അമ്മയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഞങ്ങൾക്ക് നല്ല ആദ്യമൊക്കെ ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ജീവിത തിരക്കുകളെ ഇടയിൽ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത്രയും സമയം നമുക്ക് ടെൻഷനില്ലാതെ നല്ല ടാഗൊന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിവെഞ്ച് ഡ്രാമ അത്രേ ഉള്ളൂ. അധികം ഇല്ല, ആ ലെവലൊന്നുമില്ല. ഒരു ഡീസൻറ്റ് വാച്ച് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഫാമിലി മൂവിയാണ്. എല്ലാവരുടെ പ്രകടനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു മൂവി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയതാണ്. നോളജൊക്കെ കിട്ടും അതിനകത്ത്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല മേക്കിംഗ് ആണ്. കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല, വലിയ നമുക്ക് ലാഗൊന്നുമില്ല. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഫിലിമാണ്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ വെടിക്കെട്ടിനൊക്കെ ശേഷം പുള്ളി ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ പടം. ആക്ഷനും കൊള്ളാം, കോമഡിയും കൊള്ളാം. എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന പടം. കഴിഞ്ഞ് കഴിയുമ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ലാസ്റ്റ് വിചാരിക്കുന്നത് ചെയ്തത് എൻ്റെ എങ്ങനെ കൊണ്ട് നിർത്തുന്നു. പക്ഷേ രണ്ടാമത്തെ ഇതുണ്ട്, സൂപ്പർ മൂവി, ഒന്നും പറയില്ല. വീഡിയോഗ്രാഫി ആണെങ്കിലും എല്ലാം സൂപ്പർ മൂവി, അടിപൊളി, എല്ലാം സൂപ്പർ. രണ്ടാമത്തെ ഫിലിമിന് വേണ്ടി നമ്മൾ തന്നെ വെയിറ്റ് ചെയ്യും. ഫസ്റ്റ് കണ്ടു കഴിയുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലായി. എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി പടം. ഒരു സിനിമയാണ്. എല്ലാവിധ ഓഡിയൻസിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇതിന് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. പീറ്റർ ഹെയ്നാണ് ഇതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ, നന്നായിട്ടുണ്ട്. പിന്നെ എബവ് ഓൾ ഉണ്ണികൃഷ്ണൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഗ്രേറ്റ്. ഈസ് എ വെരി ഗുഡ് ഗ്രേറ്റ് അപ്കമിങ് ആക്ടർ. നല്ല മൂവിയാണ്, വെരി ഗുഡ് മൂവി. സിനിമ ഒരു ആവറേജ് മൂവി. വിഷ്ണുവിൻ്റെ ഒരു മൂവിയാണ്, പുള്ളിയാണ് പടത്തിൻ്റെ മെയിൻ ആൾ. എന്നാലും നമുക്ക് വലിയ നടന്മാർ പൃഥ്വിരാജ് പോലെ വലിയ ഹൈപ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പുള്ളി എന്തായാലും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പക്ഷേ ഒരു കുറവുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. കാര്യം +2 ഒക്കെ പഠിക്കുന്ന ആ റോളൊക്കെയാണ് ഈ പടത്തിൽ ചെയ്യുന്നത്. പിന്നെ ലാലോ ലക്സ് ഉണ്ട്. ലാലോ ലക്സിൻ്റെ ഒരു വൻ തിരിച്ചുവരവൻ. ലാലോ ലക്സ് അടിപൊളിയായിട്ട് പടം കൊണ്ടുവന്നത്. പിന്നെ ബിജു സോപാനത്തിൻ്റെ അത്യാവശ്യ കോമഡിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ജയശ്രീ നമ്മുടെ നായിക അടിപൊളിയായിരുന്നു. നമ്മളുടെ ആക്ടിങ്ങും എല്ലാം പൊളിയായിരുന്നു. പിന്നെ അത്യാവശ്യം കോമഡിയുള്ള കാര്യങ്ങൾ. പടത്തിൻ്റെ സെക്കൻഡ് ഉണ്ട്, ഇനി സെക്കൻഡ് അടിപൊളിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആവറേജ് മൂവിയാണ്, എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട്. ഇടിയനായ ഒരു പോലീസുകാരൻ്റെ ഇടിയനായ മകൻ്റെ കഥ, അത് തന്നെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സ്കൂൾ ഇത് മെയിനായിട്ട് പറയുന്ന ഒരാൾ അയാളുടെ ഫാദർ ഒരു പോലീസുകാരാണ്. അപ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ വെച്ച് ഈ പയ്യൻ്റെ ലൈഫിൽ ഇതേപോലെ അയാൾ ആയിത്തീരുമെന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് ത്രൂ ഔട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ വളരെ എന്താണ് ഇത് ഒരു നമ്മുടെ +2 കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ +2 കാലഘട്ടത്തിലുള്ള ഒരു പിള്ളേരുടെ ലൈഫും അവരുടെ ലൈഫിലുണ്ടാകുന്ന ചില ഇൻസിഡൻസും അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് എനിക്ക് ഈ ഫിലിം ഫീൽ ചെയ്തത്. നല്ല രസമുണ്ട്, ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവിയാണ്. 2 hours നല്ല സിനിമയായിരുന്നു. നല്ല പടമാണ്, ഫാമിലി ഓറിയൻറ്റഡ്, ഫണ്ണ്, ആക്ഷൻ, ഇമോഷൻസ് എല്ലാം അതിൻ്റേതായ ഒരു പാർട്ടിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ കണക്കിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടം കൊള്ളാം. ഒരു കോമഡി ആക്ഷൻ പടമാണ്. കോമഡിക്കും ആക്ഷനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. എന്നാലും സിറ്റുവേഷൻ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഒരു 2 മണിക്കൂർ ഡ്യൂറേഷനാണ്. നമുക്ക് ഈ ഒരു 2 മണിക്കൂർ സമയത്ത് ബോറോ ലാഗോ ഒന്നുമില്ലാതെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്.